നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ പദപരിചയങ്ങളാണ്. അതിലാദ്യം വന്നിട്ട് അകളങ്കം. അകളങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളങ്കമില്ലാത്ത എന്നാണ് അർത്ഥം. അകളങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളങ്കമില്ലാത്ത എന്നാണ് അർത്ഥം. നെക്സ്റ്റ് അഖണ്ഡം. അഖണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നിക്കാത്ത. അഖണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഭിന്നിക്കാത്ത. അകളങ്കം കളങ്കമില്ലാത്ത, അഖണ്ഡം ഭിന്നിക്കാത്ത. അഖണ്ഡം ഭിന്നിക്കാത്ത. അച്ചാരം. അച്ചാരം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിനായി മുൻകൂർ നൽകുന്ന പണത്തിനെയാണ് എന്ത് പറയുന്നത്? അച്ചാരം എന്ന് പറയുന്നത്. ഓക്കെ. അഞ്ചുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോൽക്കുക, പതറുക, പേടിക്കുക, ലജ്ജിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അഞ്ചുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോൽക്കുക, പതറുക, പേടിക്കുക, ലജ്ജിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. അകളങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളങ്കമില്ലാത്ത. അകളങ്കം എന്താണ്? കളങ്കമില്ലാത്ത. അഖണ്ഡം ഭിന്നിക്കാത്ത. അഖണ്ഡം ഭിന്നിക്കാത്ത. അച്ചാരം എന്ന് പറഞ്ഞാൽ ഉറപ്പിനായി നൽകുന്ന മുൻകൂർ പണമാണ് എന്ത്? അച്ചാരം. ഉറപ്പിനായി മുൻകൂർ നൽകുന്ന പണം അച്ചാരം. അഞ്ചുക എന്ന് പറഞ്ഞാൽ തോൽക്കുക, പതറുക, പേടിക്കുക, ലജ്ജിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അഞ്ചുക എന്ന് പറഞ്ഞാൽ തോൽക്കുക, പതറുക, പേടിക്കുക, ലജ്ജിക്കുക. അടിയാധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ ആധാരം അല്ലെങ്കിൽ ഒരു പ്രമാണത്തിന് അടിസ്ഥാനമായ രേഖേനെയാണ് എന്ത് പറയുന്നത്? അടിയാധാരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ സ്ഥലങ്ങളുടെ ഒക്കെ നമ്മൾ അടിയാധാരം പറയുമല്ലോ. അപ്പോൾ അടിയാധാരം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മുൻ ആധാരം അല്ലെങ്കിൽ ഒരു പ്രമാണത്തിന് അടിസ്ഥാനമായ രേഖ. അദ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതമാണ്. അദ്രി. അദ്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഹിമാദ്രി എന്ന് ഓർത്താൽ മതി. ഹിമാദ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതം ആണല്ലോ. അപ്പോൾ അദ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതം എന്നാണ് അർത്ഥം. ഹിമാദ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മഞ്ഞുകൊണ്ടുള്ള പർവ്വതം എന്നായിരിക്കും ഹിമാദ്രി എന്നുള്ള വേർഡിന് അർത്ഥം. ഓക്കെ അല്ലേ? ഇനി അദൃശ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചു കൂടാത്ത അല്ലെങ്കിൽ കീഴടക്കാനാവാത്ത, തോൽപ്പിക്കാനാവാത്ത എന്നൊക്കെയാണ് അർത്ഥം. എന്തൊക്കെയാണ്? ജയിച്ചു കൂടാത്ത, കീഴടക്കാനാവാത്ത, തോൽപ്പിക്കാനാവാത്ത. അതാണ് അദൃശ്യത. ജയിച്ചു കൂടാത്ത, കീഴടക്കാനാവാത്ത, തോൽപ്പിക്കാനാവാത്ത. ഓക്കെ അല്ലേ? ഇനി അന്തമറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമില്ലാത്ത. അന്തമറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമില്ലാത്ത. അപചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശം, താഴ്ച എന്നൊക്കെയാണ് അർത്ഥം. അപചയം എന്താണ്? നാശം, താഴ്ച. അപരതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു തലം അല്ലെങ്കിൽ പിൻവശമാണ്. അപരതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു തലം അല്ലെങ്കിൽ പിൻവശമാണ്. ആപശങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്ക കൂടാതെ, സംശയം കൂടാതെ എന്നാണ് അർത്ഥം. ആപശങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്ക കൂടാതെ, സംശയം കൂടാതെ എന്നൊക്കെയാണ് അർത്ഥം. അഭിവൃദ്ധി വളർച്ചയാണ്. അഭിവൃദ്ധി വളർച്ചയാണ്. ഓക്കെ അല്ലേ? ഒന്നുകൂടി ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടെ ഓടിച്ചു പറയാം. അകളങ്കം കളങ്കമില്ലാത്ത. അകളങ്കം കളങ്കമില്ലാത്ത. അഖണ്ഡം ഭിന്നിക്കാത്ത. അച്ചാരം ഉറപ്പിനായി മുൻകൂർ നൽകുന്ന പണം. അഞ്ചുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോൽക്കുക, പതറുക, പേടിക്കുക, ലജ്ജിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അടിയാധാരം മുൻ ആധാരം അല്ലെങ്കിൽ ഒരു പ്രമാണത്തിന് അടിസ്ഥാനമായ രേഖ. അദ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതമാണ്. അദ്രി പർവ്വതമാണ്. അദൃശ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചുകൂടാത്ത അല്ലെങ്കിൽ കീഴടക്കാനാവാത്ത, തോൽപ്പിക്കാനാവാത്ത എന്നൊക്കെ അർത്ഥമുണ്ട്. അന്തമറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമില്ലാത്ത എന്നാണ് അർത്ഥം. അപചയം, നാശം, താഴ്ച എന്നൊക്കെയാണ് അർത്ഥം. അപചയം, നാശം, താഴ്ച എന്നൊക്കെയാണ് അർത്ഥം. അപരതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു തലം അല്ലെങ്കിൽ പിൻവശമാണ്. ആപശങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്ക കൂടാതെ, സംശയം കൂടാതെ എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? അഭിവൃദ്ധി വളർച്ചയാണ്. അമ്മ മഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാകുന്ന ഭൂമി. അമ്മ മഹി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അമ്മയാകുന്ന ഭൂമി. അരപ്രൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിണയാണ്. ഓക്കെ അല്ലേ? അരപ്രൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിണയാണ്. തിണ്ണ, അരപ്രൈസ്. ഓക്കെ. അരുണാംശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന രശ്മിയാണ്. അരുണാംശു ചുവന്ന രശ്മിയാണ്. അർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപേക്ഷിക്കുക എന്നാണ് അർത്ഥം. അർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപേക്ഷിക്കുക എന്നാണ് അർത്ഥം. അപേക്ഷിക്കുക. അല്ലൽ ദുഃഖമാണ്. അല്ലൽ ദുഃഖം. ആർദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിവാണ്. ആർദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അലിവ് എന്നാണ്. ആലേഖനം. ആലേഖനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്ത രേഖ എന്നൊക്കെയാണ് അർത്ഥം. ആലേഖനം, എഴുത്ത രേഖ എന്നൊക്കെയാണ് അർത്ഥം. അമ്മ മഹി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അമ്മയാകുന്ന ഭൂമി. അരപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിണ്ണ. അരുണാംശു ചുവന്ന രശ്മി. അർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപേക്ഷിക്കുക എന്നാണ് അർത്ഥം. അല്ലൽ ദുഃഖമാണ്. ആർദ്രത അലിവാണ്. ആർദ്രത അലിവാണ്. ആലേഖനം എഴുത്ത രേഖ എന്നൊക്കെയാണ് അർത്ഥം. ആലേഖനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്ത രേഖ എന്നൊക്കെയാണ് അർത്ഥം. ആവാസം പറഞ്ഞു കഴിഞ്ഞാൽ പാർപ്പിടമാണ്. ആവാസം പാർപ്പിടമാണ് അല്ലെങ്കിൽ വീട് എന്ന് അർത്ഥമുണ്ട്. പാർപ്പിടം, വീട് എന്നൊക്കെ അർത്ഥമുണ്ട്. ആവാസം. ആശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാണ്. ആശു പെട്ടെന്നാണ്. ആസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖമാണ്. ആസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖമാണ്. ഓക്കെ അല്ലേ? ഇച്ഛ ആഗ്രഹമാണ്. ഇച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആഗ്രഹമാണ്.
ഒന്നുകൂടെ പറയാം. ആലേഖനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്ത്, രേഖ എന്നൊക്കെയാണ് അർത്ഥം. ആവാസം, പാർപ്പിടം, വീട് എന്നാണ് അർത്ഥം. ആശു പെട്ടെന്ന് എന്നാണ്. ആശു പെട്ടെന്ന്. ആസ്യം മുഖമാണ്. ഇച്ഛ ആഗ്രഹമാണ്. ഇച്ഛ ആഗ്രഹം. ഇച്ഛ ആഗ്രഹം. ഉന്മിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന, പ്രകാശിച്ച എന്നൊക്കെയാണ് അർത്ഥം. ഉന്മിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന, പ്രകാശിച്ച എന്നൊക്കെയാണ് അർത്ഥം. ഉന്മുഖം എന്ന് പറഞ്ഞാൽ മേൽപോട്ട് നോക്കുന്ന അല്ലെങ്കിൽ ഉയർത്തപ്പെട്ട മുഖത്തോടെ. ഉന്മുഖം. ഉന്മുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? മേൽപോട്ട് നോക്കുന്ന അല്ലെങ്കിൽ ഉയർത്തപ്പെട്ട മുഖത്തോടെ എന്നാണ് അർത്ഥം. നെക്സ്റ്റ് ഉപജീവനം. ഉപജീവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ ആവശ്യമായത്. ഉപജീവനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിക്കാൻ ആവശ്യമായത്. ഊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിപ്പിക്കുകയാണ്. ഊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിപ്പിക്കുക എന്നാണ് അർത്ഥം. ഊരു ചുറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടു ചുറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഊരു ചുറ്റൽ എന്ന് പറയാം. ഒത്താശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങ്, ആനുകൂല്യം നൽകൽ. ഒത്താശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങ്, ആനുകൂല്യം നൽകൽ എന്നൊക്കെയാണ് അർത്ഥം. ഒന്നുകൂടെ പറയാം. അല്ലൽ ദുഃഖമാണ്. ആർദ്രത അലിവാണ്. ആലേഖനം എഴുത്ത്, രേഖ. ആലേഖനം എഴുത്ത്, രേഖ. ആവാസം പാർപ്പിടം, വീട്. ആശു പെട്ടെന്ന്. ആശു പെട്ടെന്ന്. ആസ്യം മുഖം. ആസ്യം മുഖം. ഇച്ഛ ആഗ്രഹം. ഉന്മിഷത്ത് തുറന്ന, പ്രകാശിച്ച. ഉന്മുഖം മേൽപോട്ട് നോക്കുന്ന അല്ലെങ്കിൽ ഉയർത്തപ്പെട്ട മുഖത്തോടെ. ഉന്മുഖം. ഉപജീവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ ആവശ്യമായത്. ഊട്ടുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിപ്പിക്കുക എന്നാണ് അർത്ഥം. ഊരുചുറ്റൽ നാടുചുറ്റൽ. ഒത്താശ താങ്ങ്, ആനുകൂല്യം നൽകൽ. ഓതി. ഓതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു എന്നാണ് അർത്ഥം. ഓതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു എന്നാണ് അർത്ഥം. കരപുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കുമ്പിലാണ്. കരപുടം എന്താണ്? കൈക്കുമ്പിൾ. കരപുടം കൈക്കുമ്പിൾ. കാതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുത്ത ഉൾക്കട്ടിനെയാണ് എന്ത് പറയാ? കാതൽ എന്നൊക്കെ കാതൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ ഈ മരത്തിൻ്റെയൊക്കെ കാതൽ പറയില്ലേ? അപ്പോൾ കാതൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? കരുത്ത അല്ലെങ്കിൽ ഉൾക്കട്ടിയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് കാമ്യം. കാമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കത്തക്ക കാര്യം. കാമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആഗ്രഹിക്കത്തക്ക കാര്യത്തിനെയാണ് എന്ത് പറയുന്നത്? കാമ്യം. കാമ്യം ആഗ്രഹിക്കത്തക്ക കാര്യം. കിടാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളാണ്. കിടാത്തി എന്താണ്? മകളാണ്. കുതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സാഹമാണ്. കുതുകം ഉത്സാഹം. കുതുകം ഉത്സാഹം. കുരുത്ത രൂപം കൊണ്ട. രൂപം കൊണ്ട എന്നുള്ളത് എന്താണ്? കുരുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപം കൊണ്ട എന്നാണ് അർത്ഥം. കോമളാംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരി എന്നാണ് അർത്ഥം. കോമളാംഗി ആരാണ്? സുന്ദരി. ഓക്കെ അല്ലേ? കാമ്യം ആഗ്രഹിക്കത്തക്ക കാര്യം. കിടാത്തി മകൾ. കുതുകം ഉത്സാഹം. കുരുത്ത രൂപം കൊണ്ട. കുരുത്ത രൂപം കൊണ്ട. കോമളാംഗി സുന്ദരി. കോമളാംഗി സുന്ദരി. കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിജ്ഞാസ, ആകാംക്ഷ എന്നൊക്കെയാണ് അർത്ഥം. കൗതുകം എന്ന് പറയുന്നത് എന്താണ്? ജിജ്ഞാസ അല്ലെങ്കിൽ ആകാംക്ഷ എന്നൊക്കെയാണ് അർത്ഥം. ഖണ്ഡിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര ബന്ധമുള്ള വാക്യങ്ങൾ ചേർത്ത് ഒരു ചേർന്നുള്ള ഒരു ഗദ്യഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? ഖണ്ഡിക. ഖണ്ഡിക എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പര ബന്ധമുള്ള വാക്യങ്ങൾ ചേർന്നുള്ള ഒരു ഗദ്യഭാഗം. ഓക്കെ അല്ലേ? ഗതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലമാണ്. ഗതകാലം. ഗതകാലം എങ്ങനെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചോളൂ. ഗതകാലം. ഗീതേത്ത ഗായാണേ, അല്ലെങ്കിൽ ഗംഗേത്ത ഗ ത കാലം. ഓക്കെ. ഗതകാലം കഴിഞ്ഞ കാലം. ഗംബൂട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ട റബ്ബർ ബൂട്ടാണ്. റബ്ബർ ബൂട്ടിനെയാണ് എന്ത് പറയുന്നത്? ഗംബൂട്ടുകൾ എന്ന് പറയുന്നത്. ഗാഢം. ഗാഢത്തിന് കെട്ടുള്ള ഡായാണ് ഗാഢം. ഗാഢം. ഗംഗേത്ത ഗ കെട്ടുള്ള ഡ. ഗംഗേത്ത ഗായും കെട്ടുള്ള ഡായും. ഗാഢം. തീവ്രമായ, ദൃഢമായ എന്നൊക്കെയാണ് അർത്ഥം. ഗിരിശൃംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുമുടിയാണ്. ഗിരിശൃംഗം കൊടുമുടി. ഗിരിശൃംഗം കൊടുമുടിയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഗ്രാസം. ഗ്രാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴുങ്ങലാണ്. ഗ്രാസം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വിഴുങ്ങൽ. ചാതുര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമർത്ഥ്യമാണ്. ചാതുര്യം എന്താണ്? സാമർത്ഥ്യമാണ്. ഓക്കെ. ഒന്നുകൂടെ പറയാം. ഖണ്ഡിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര ബന്ധമുള്ള വാക്യങ്ങൾ ചേർന്നുള്ള ഒരു ഗദ്യഭാഗമാണ്. ഗതകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലമാണ്. ഗംബൂട്ടുകൾ നീണ്ട റബ്ബർ ബൂട്ട്. ഗാഢം തീവ്രമായ, ദൃഢമായ എന്നൊക്കെയാണ് അർത്ഥം. ഗിരിശൃംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുമുടിയാണ്. ഗിരിശൃംഗം എന്ന് പറഞ്ഞാൽ കൊടുമുടിയാണ്. ഗ്രാസം വിഴുങ്ങൽ എന്നാണ് അർത്ഥം. ഗ്രാസം എന്ന് പറഞ്ഞാൽ വിഴുങ്ങൽ എന്നാണ് അർത്ഥം. ചാതുര്യം സാമർത്ഥ്യമാണ്. ചാതുര്യം സാമർത്ഥ്യമാണ്. ചാരിതാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതൃപ്തിയാണ്. ചാരിതാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതൃപ്തിയാണ്. ഓക്കെ അല്ലേ? ചാതുര്യം സാമർത്ഥ്യം. ചാരിതാർത്ഥ്യം. ചാരിതാർത്ഥ്യം സംതൃപ്തി. ചാതുര്യം സാമർത്ഥ്യം. ചാതുര്യം സാമർത്ഥ്യം. ചാരിതാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതൃപ്തി. ചാരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരം എന്നാണ് അർത്ഥം. ചാരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരം എന്നാണ് അർത്ഥം. അപ്പൊ ചാരുലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായ ലത, മറ്റേ ഇല, വള്ളി എന്നൊക്കെയുള്ള അർത്ഥമാണല്ലോ. ചാരുലത എന്ന് പറഞ്ഞാൽ മനോഹരമായ വള്ളി എന്നായിരിക്കും അർത്ഥം. ഓക്കെ അല്ലേ? ചാരു മനോഹരം. ചാരു മനോഹരം.
ചിരന്തന ബന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാലമായി നിലനിൽക്കുന്ന ബന്ധുവാണ് എന്ത് ചിരന്തന ബന്ധു എന്ന് പറയുന്നത്. ചൂര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗന്ധമാണ്. നമ്മൾ പറയുമല്ലോ ചൂര് എന്ന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡല്ലേ ചൂര്. ചൂര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗന്ധം. ചെന്തണ്ടലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്താമരയാണ്. ചെന്തണ്ടലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്താമരയാണ്. ഇങ്ങനെ എഴുതിയിരിക്കും നോക്കുള്ളൂ. മറ്റേ ചെണ്ടേത്തണ്ട ലർ ചെന്തണ്ടലർ ചെന്താമര. ചെന്നളിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചെന്താമര എന്നാണ്. അപ്പൊ ചെന്തണ്ടലർ എന്ന് പറഞ്ഞാലും ചെന്നളിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെന്താമരയാണ്. ചൊല്ലിഴും പറഞ്ഞാൽ പ്രശസ്തമായ എന്നാണ്. ചൊല്ലിഴും എന്ന് പറഞ്ഞ വേടിനകത്ത് എന്താ പ്രശസ്തമായ. ചോരിവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെഞ്ചുണ്ടാണ്. ഓക്കെ ചോരിവ ചെഞ്ചുണ്ട്. ഓക്കെ ചെഞ്ചുണ്ട്. ജാഗരൂക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണർച്ചയുള്ള അല്ലെങ്കിൽ ജാഗ്രതയുള്ള എന്നൊക്കെയാണ് അർത്ഥം. ജാഗരൂകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണർച്ചയുള്ള ജാഗ്രതയുള്ള. ഓക്കെ അപ്പൊ ഒന്നുകൂടെ പറയാം. ചെന്തണ്ടലരും ചെന്നളിനും ചെന്താമരയാണ്. ചൊല്ലിഴും എന്ന് പറഞ്ഞാൽ പ്രശസ്തമായ അർത്ഥം. ചോരിവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെഞ്ചുണ്ടാണ്. ജാഗരൂകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണർച്ചയുള്ള ജാഗ്രതയുള്ള. ജാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടമാണ്. ഓക്കെ ജാലം കൂട്ടം. ജീർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴക്കമാണ്. ജീർണത പഴക്കമാണ്. ജീവിതവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനുള്ള കഴിവ്. ജീവിതവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനുള്ള കഴിവാണ്. തന്നി സുന്ദരിയാണ്. നമ്മൾ നേരത്തെ ഒരു വേർഡ് സുന്ദരിക്ക് പഠിച്ചത് എന്തായിരുന്നു? തന്നി സുന്ദരി കോമളാംഗി സുന്ദരി. തന്നി സുന്ദരി കോമളാംഗിയും സുന്ദരി എന്നാണ് അർത്ഥം. തരസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ എന്നാണ് അർത്ഥം. തരസ വേഗത്തിൽ. തരിശു നിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെയ്യാത്ത നിലാണ്. തിമിരം അന്ധത. തുച്ഛൻ നിസാരൻ. തുച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരൻ എന്നാണ് അർത്ഥം. തുച്ഛൻ നിസാരൻ. തൂമ ഭംഗിയാണ്. നമ്മൾ ചാരു മനോഹരൻ എന്ന് പഠിച്ചു. തൂമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗി എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? തെല്ല് അല്പമാണ്. തെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം എന്നാണ് അർത്ഥം. ഓക്കെ ഒന്നുകൂടെ പറയാം. തിമിരം അന്ധതയാണ്. തിമിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധത എന്നാണ് അർത്ഥം. തുച്ഛൻ നിസാരനാണ്. തുച്ഛൻ എന്താണ്? നിസാരനാണ്. തൂമ ഭംഗിയാണ്. തൂമ ഭംഗി എന്നാണ് അർത്ഥം. തെല്ല് അല്പം. ദേവദുന്ദുബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാരുടെ വാദ്യോപകരണമാണ്. അങ്ങനെ ഒരു പാട്ടില്ലേ ദേവദുന്ദുഗീതൻ അങ്ങനൊരു പാട്ടില്ലേ സിനിമയുടെ പേര് മറന്നു പോയേ. അപ്പൊ അത് ആലോചിച്ചാൽ മതി. ദേവദുന്ദുബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാരുടെ വാദ്യോപകരണമാണ്. നിർദ്ധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയം തെളിവ് നിർണയിക്കൽ നിശ്ചയിക്കൽ. നിർദ്ധാരണം എന്തൊക്കെ അർത്ഥം? നിശ്ചയം തെളിവ് നിർണയിക്കൽ നിശ്ചയിക്കൽ. പട്ടയം ആധാരമാണ്. ആധാരമാണ്. ഉടമസ്ഥതയുടെ അടയാളം. പട്ടയം ആധാരം അല്ലെങ്കിൽ ഉടമസ്ഥതയുടെ അടയാളം. ഓക്കെ പാരം വളരെ. ഒന്നുകൂടെ പറയാം. ജാഗരൂകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണർച്ചയുള്ള ജാഗ്രതയുള്ള. ജാലം കൂട്ടം. ജീർണത പഴക്കം. ജീവിതവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനുള്ള കഴിവ്. തന്നി സുന്ദരി. തരസ വേഗത്തിൽ. തരിശുനിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെയ്യാത്ത നിലം. തിമിരം അന്ധത. തുച്ഛൻ നിസാരൻ. തൂമ ഭംഗി. തെല്ല് അല്പം. ദേവദുന്ദുബി ദേവന്മാരുടെ വാദ്യോപകരണം. നിർദ്ധാരണത്തില് ധനത്തിത്തതായാണ് നിർദ്ധാരണം. നിർദ്ധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയം തെളിവ് നിർണയിക്കൽ നിശ്ചയിക്കൽ. ഓക്കെ പട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാരമാണ്. ആധാരത്തിലും ധനത്തിൻ്റെതായാണ് ആധാരം. ഉടമസ്ഥതയുടെ അടയാളം. പട്ടയം ആധാരം ഉടമസ്ഥതയുടെ അടയാളം. പാരം വളരെ എന്നാണ് അർത്ഥം. പാരം എന്താണ്? വളരെ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പൂരം പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം. നമ്മുടെ അമ്പലങ്ങളിലൊക്കെ പൂരമൊക്കെ നടക്കുമ്പോൾ നിറയെ ആളുകളായിരിക്കില്ലേ? അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? കൂട്ടം എന്നാണ് അർത്ഥം. ഓക്കെ പേച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറച്ചിൽ എന്നാണ് അർത്ഥം. പേച്ച് പറച്ചിൽ. നേരത്തെ നമ്മളൊരു കൂട്ടം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ജാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൂട്ടം എന്നാണ് അർത്ഥം. ഇവിടെ പൂരം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കൂട്ടമാണ് അർത്ഥം. ഓക്കെ പേച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറച്ചിലാണ്. പേച്ച് പറച്ചിലാണ്. പ്രച്ഛന്നം പറഞ്ഞു കഴിഞ്ഞാൽ മറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഗൂഢമായ. പ്രച്ഛന്നമായ എന്നൊക്കെ പറയില്ലേ? അപ്പോൾ അതിനർത്ഥം എന്താ? മറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഗൂഢമായ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ ഇനി പ്രജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയാണ്. പ്രഭാവം മഹത്വം. പ്രഭാവം മഹത്വം. പ്രശാന്തി ശാന്തത സമാധാനം. പ്രശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തത സമാധാനം. പ്രാതികൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികൂലത അല്ലെങ്കിൽ എതിരായത് എന്നൊക്കെ അർത്ഥം. പ്രാതികൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികൂലത എതിരായത് എന്നൊക്കെയാണ് അർത്ഥം. പ്രാരംഭം തുടക്കമാണ്. പ്രാരംഭം
തുടക്കം. ഇനി ഫോർസെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവണയാണ് എന്ത് ഫോർസെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർസെപ്പ് ഇത് ശസ്ത്രക്രിയ ഉപകരണമാണ് അത്രേ ഫോർസെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ചവണാന്നും ശസ്ത്രക്രിയ ഉപകരണം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ബാധ ഉപദ്രവമാണ്. ഉപദ്രവം നമ്മൾ പറയില്ലേ പ്രേതബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതത്തിന്റെ ഉപദ്രവം എന്നായിരിക്കും അർത്ഥം. ബാധ ഉപദ്രവം. ഭാഗിനി സഹോദരി. മർത്യൻ മനുഷ്യൻ. മഴുവേറ്റടിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിഞ്ഞു വീഴുക. മഴുവേറ്റടിയുക മുറിഞ്ഞു വീഴുക. മൃദുഹാസം പുഞ്ചിരി. രവം ശബ്ദം. വന്ധ്യ ഫലമില്ലാത്ത. ഓക്കെ, ഒന്നുകൂടെ പറയാം. ബാധ ഉപദ്രവമാണ്. ഭാഗിനി സഹോദരിയാണ്. മർത്യൻ മനുഷ്യനാണ്. മഴുവേറ്റടിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിഞ്ഞു വീഴുക എന്നാണ് അർത്ഥം. മൃദുഹാസം പുഞ്ചിരിയാണ്. രവം ശബ്ദം. നെക്സ്റ്റ് വന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലമില്ലാത്ത എന്നാണ് അർത്ഥം. വറുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷാമമാണ്. വറുതി എന്താണ്? ക്ഷാമം. വാഴ്ത്ത് സ്തുതിയാണ്. നമ്മൾ വാഴ്ത്തി പാടുക എന്നൊക്കെ പറയില്ല, അതായത് സ്തുതിച്ച് പാടുക എന്നാണ് അർത്ഥം. വാഴ്ത്ത് സ്തുതി. വികർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചകറ്റലിനെയാണ് എന്താ പറയുന്നത്? വലിച്ചകറ്റൽ. വികർഷിച്ചു പോവുക, പിന്നെ വിട്ടുപോവുക. നമ്മളവിടെ അകറ്റാണ്. വലിച്ചകറ്റൽ, വികർഷണം. വിച്ഛേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സമാണ്. ഓക്കെ, വിച്ഛേദം തടസ്സമാണ്. ഇനി വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരോധം പോലെ പ്രത്യക്ഷത്തിൽ തോന്നുന്നതിനാണ് എന്ത് വിരോധാഭാസം എന്ന് പറയുക. ഓക്കെ അല്ലേ? നമ്മൾ ചില ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് വിരോധാഭാസമാണ് അതെന്നൊക്കെ പറയില്ലേ, അപ്പൊ അതിനർത്ഥം എന്താ? വിരോധം പോലെ പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. ഓക്കെ, വിലക്ഷണായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷഭാവങ്ങൾ ഒന്നുമില്ലാത്തയാളിനാണ് എന്ത് വിലക്ഷണായ എന്ന് പറഞ്ഞാൽ. ഒരു പാട്ടില്ലേ, എന്താണ്, പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്തിൽ. ആ പാട്ടിന്റെ ഇടയിൽ എവിടെയാണ് വിലക്ഷണായി ഞാൻ നിന്നില്ലേ എന്നൊക്കെ പറയുന്നില്ലേ. വിലക്ഷണായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷഭാവങ്ങൾ ഒന്നുമില്ലാത്ത ആളിനെയാണ് എന്ത് പറയുന്നത്? വിലക്ഷണായ എന്ന് പറയാം. ഓക്കെ അല്ലേ? വിളംബരം പരസ്യമാണ്. പിന്നെ വിസ്ഫാരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം കൊണ്ട് വികസിച്ച ആണ് എന്ത് വിസ്ഫാരിതം. വീര്യം ബലം. വ്യത ദുഃഖമാണ്. വീര്യം ബലമാണ്. വ്യാധി രോഗം. ഓക്കെ, സംക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടങ്ങലാണ്. കടക്കൽ. സംക്രമണം, കടക്കൽ. ഓക്കെ, സന്ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്തിപ്പെടുത്തൽ, ഉന്മേഷപ്പെടുത്തൽ. സന്ദർപ്പണം. സന്ദിഗ്ധം എങ്ങനെ ഇരിക്കും നോക്കിക്കോളൂ. നന്ദന എന്നൊക്കെ ഇതുള്ളതാ പ്ലസ് ദയത്തത. സന്ധിക്ക് മറ്റേ ഗംഗേത്ത ഗ. സന്ദിഗ്ധം. കുഴങ്ങിയ അല്ലെങ്കിൽ സംശയമുള്ള എന്നാണ് എന്തിനർത്ഥം? സന്ദിഗ്ധം എന്ന വാക്കിനർത്ഥം. സാത്മ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാനമായി തീരൽ അല്ലെങ്കിൽ ഒന്നായി തീരൽ. സാത്മ്യം. ഓക്കെ, സാഹസികം. വീട് വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നതാണ് സാഹസികം. സുഹൃതം പുണ്യമാണ്. സ്ഫുരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളങ്ങൽ, പ്രകാശം എന്നൊക്കെ അർത്ഥം. സ്ഫുരണം, തിളങ്ങൽ, പ്രകാശം. ഹാരം, മുത്തുമാല. ഓക്കെ, ഹാരം, മുത്തുമാല. അപ്പൊ നമ്മുടെ അർത്ഥങ്ങൾ കഴിഞ്ഞു. നമുക്ക് ഒന്നുകൂടെ ഈ ഭാഗം ഒന്നുകൂടെ ഓടിച്ചു പറയാം. ഓക്കെ, പൂരം കൂട്ടം, പേച്ച് പറച്ചിൽ, പ്രച്ഛന്നം മറഞ്ഞു നിൽക്കുന്ന ഗൂഢമായ, പ്രജ്ഞ ബുദ്ധി, പ്രഭാവം മഹത്വം, പ്രശാന്തി ശാന്തത സമാധാനം, പ്രാതികൂല്യം പ്രതികൂലത എതിരായത്, പ്രാരംഭം തുടക്കം, ഫോർസെപ്പ് ചവണ ശസ്ത്രക്രിയ ഉപകരണം, ബാധ ഉപദ്രവം, ഭാഗിനി സഹോദരി, മർത്യൻ മനുഷ്യൻ, മഴുവേറ്റടിയുക മുറിഞ്ഞു വീഴുക, മൃദുഹാസം പുഞ്ചിരി. ഓക്കെ, പുഞ്ചിരി. രവം ശബ്ദം, വന്ധ്യ ഫലമില്ലാത്ത, വറുതി ക്ഷാമം, വാഴ്ത്ത് സ്തുതി, വികർഷണം വലിച്ചകറ്റൽ, വിച്ഛേദം തടസ്സം, വിരോധാഭാസം വിരോധം പോലെ പ്രത്യക്ഷത്തിൽ തോന്നുന്നത്, വിലക്ഷണായ വിശേഷഭാവങ്ങൾ ഒന്നുമില്ലാത്തയാൾ, വിളംബരം പരസ്യം, വിസ്ഫാരിതം അത്ഭുതം കൊണ്ട് വികസിച്ച വിസ്ഫാരിതം, വീര്യം ബലം, വ്യത ദുഃഖം, വ്യാധി രോഗം, സംക്രമണം കടക്കൽ, സന്ദർപ്പണം തൃപ്തിപ്പെടുത്തൽ, ഉന്മേഷപ്പെടുത്തൽ, സന്ദിഗ്ധം കുഴങ്ങിയ സംശയമുള്ള, സാത്മ്യം സമാനമായി തീരൽ, ഒന്നായി തീരൽ,
സാഹസികം വീണ്ടുവിചാരമില്ലാത്ത പ്രവർത്തിക്കുക സാഹസികം. സുകൃതം പുണ്യം. സ്ഫുരണം തിളങ്ങൽ പ്രകാശം. ഹാരം മുത്തുമാല. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ കൊടുത്തിട്ടുള്ള പദങ്ങളുടെ പരിചയം കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് 8th നോക്കാം. 8th അല്ല, നമുക്കിനി 9 അടിസ്ഥാന പാഠാവലി, കേരള പാഠാവലിയുടെ ഒരു ടെക്സ്റ്റ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടിസ്ഥാന പാഠാവലി കൂടെ നോക്കാം. 9, 8, 7, 6, 5 വരെ നമുക്ക് നോക്കാം.